കൈതകത്ത് കുടുംബത്തിൻ്റെ ഒത്തുചേരലാണ് ഇവിടെ നടക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു ചേർന്ന് സന്തോഷം പങ്കിട്ട് പിരിഞ്ഞു പോകുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിന് നേതൃത്വം നൽകുന്ന കുടുംബ കാരണവന്മാരെയും പ്രവർത്തകന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമൂഹ്യ ജീവിയായ മനുഷ്യന് പരസ്പരം ജീവിക്കുന്നിടത്ത് ധാരാളം ബാധ്യതകളുണ്ട്. ഇസ്ലാം മത വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലുമാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തോട് ബാധ്യതയുണ്ട്, മാതാപിതാക്കന്മാരോട് കടമകളുണ്ട്, അയൽവാസികളോട് അവർക്കുള്ള അവകാശങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിലെല്ലാം ഉപരിയായി നമ്മുടെ കുടുംബത്തോട് പരസ്പരം നമുക്ക് ആദരവും ബഹുമാനവും പരസ്പര സ്നേഹവും ഉണ്ടാവേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അല്ലാഹു തആല പറഞ്ഞു വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിക്കണം. അപ്പോൾ കുടുംബ ബന്ധം സൂക്ഷിക്കുന്നത് ഏകനായ അല്ലാഹുവിനുള്ള വിശ്വാസത്തോടൊപ്പമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹ്മഹു. അല്ലാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ളവരാൾ, അന്ത്യനാളിൽ യഥാർത്ഥ വിശ്വാസമുള്ളവരാൾ ഫല്യസിൽ റഹ്മഹു, കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള കുടുംബ സംബന്ധങ്ങൾ ചേർക്കേണ്ടതും ചേരേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും മുസ്ലിം സമൂഹമായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായി. പരലോകത്തേക്ക് മാത്രമല്ല, ഭൗതികമായ ജീവിതത്തേക്കുള്ള സുഖകരമായ ജീവിതത്തിന് പോലും ഇത് കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആയുസ് ദീർഘമാകാൻ ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ? ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് ചോദിച്ചു, അതേ നബിയേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഫല്യസിൽ റഹ്മഹു, കുടുംബ ബന്ധം ചേർക്കുക. അപ്പൊ കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിപ്പിക്കാൻ അത് കാരണമാണ്. അതുമാത്രമല്ല, ഭക്ഷണത്തിലുള്ള വിശാലത ഉണ്ടാവാനും അത് കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച. ഇന്ന് നമ്മളൊരു സദ്യയിൽ കൂടിയാൽ എത്രത്തോളം വിഭവങ്ങൾ, മധുരമുള്ളത്, മധുരമില്ലാത്തത്, പാലുള്ളത്, പാലില്ലാത്തത്, പലവിധ സൈസുകളിലായൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വിശാലത ഉണ്ടാവണമെങ്കിൽ ഫല്യസിൽ റഹ്മഹു, കുടുംബ ബന്ധം നമ്മൾ ചേർക്കണം. ഇന്ന് നമ്മൾ പരസ്പരം കുടുംബ ബന്ധം നമ്മൾ ചേർക്കുന്നില്ല. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, ആദരവില്ല. ഇതുകൊണ്ടുള്ള പ്രത്യാഘാതമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആയുസ് വർദ്ധിപ്പിക്കാനും ഇത് ഏറ്റവും ഉചിതമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന് പറഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സദസ്സിൽ ഒരാൾ വന്നപ്പോൾ അസ്റായീൽ അലൈഹി സ്വലാം പറഞ്ഞു പോലെ അദ്ദേഹത്തെ, ഈ മനുഷ്യൻ 3 ദിവസം കൊണ്ട് മരിക്കും. 3 ദിവസം കൊണ്ട് മരിക്കും. മാസങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ മരിച്ചു വന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം അസ്റായീലിനോട് ചോദിച്ചു പോലും, നിങ്ങളല്ല പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ അയാൾ മരിക്കും? അദ്ദേഹം 1 മാസമായാലും അയാൾ മരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല വഴിയറിയിച്ചത് എന്താ? അയാൾ അവിടെ നിന്ന് നിങ്ങളുടെ സദസ്സിൽ നിന്ന് പോയിട്ട് അതുവരെ ബന്ധമില്ലാതിരുന്ന ഒരു കുടുംബവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. ആ കുടുംബം അദ്ദേഹം ചേർത്തത് കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് ആയുസ് വർദ്ധിപ്പിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട. ഇന്ന് പരസ്പരം നമുക്ക് സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം തന്നെ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കൽ ജസദീന, ശരീരം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? കൽ ജസദ്, ഒരു ശരീരം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വ്യത്യാസം സംഭവിച്ചാൽ, മുറിവ് സംഭവിച്ചാൽ ശരീരം മുഴുവനും അതിന് ഐക്യദാർഢ്യം പ്രാപിക്കുക. പനി കൊണ്ടിട്ടും വേദന കൊണ്ടിട്ടും നമുക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടായാൽ ഇവിടെ മാത്രമല്ല വേദനയാവുക, പനിക്കുക ഇവിടെ മാത്രമല്ല, ശരീരം മുഴുവനും പനിക്കും, ശരീരം മുഴുവനും വേദനയുണ്ടാകും. ഇതുപോലെയാകുന്ന മുസ്ലിം സമൂഹം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അക്കൽ ജസദ്, ശരീരം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവനും പ്രശ്നമായി. അതിനെ നമ്മൾ കണക്കെടുക്കണം. അത് നമ്മളെ മുട്ടിറക്കലല്ലേ, അതല്ലെങ്കിൽ നമ്മളെ വെഞ്ഞറമ്പിലല്ലേ, നമ്മളെ കുളപ്പുറത്തല്ലേ എന്ന് കാണാതെ മുഴുവനും മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ മുഴുവനും. അതല്ല എങ്കിൽ നമ്മുടെ കുടുംബം, കൈതകത്ത് കുടുംബം മുഴുവൻ. കൈതകത്ത് കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അധ്യക്ഷ പ്രസംഗത്തിൽ കോയമാൻ സാഹിബ് സൂചിപ്പിച്ചു, കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് മറ്റുള്ള ആളുകൾ അതിന് ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല റസൂൽ പറയാ, ഒരാളുടെ ബുദ്ധിമുട്ട് നീക്കി കൊടുത്താൽ പരലോകത്തിൽ അല്ലാഹു തആല അവന്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കും. തന്റെ സഹോദരന്റെ അതല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾ നീക്കി കൊടുത്താൽ അല്ലാഹു തആല അവന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല നീട്ടിക്കൊടുക്കും ആഖിറത്തിൽ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെയാവണം നമ്മൾ. ഇന്ന് പരസ്പരം നമ്മൾ പോരടിക്കുക, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ, മുസ്ലിം സമൂഹം അത് തന്നെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഓരോ നിസ്സാര കാര്യത്തിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ വളരെ അത്യാവശ്യം. കുടുംബങ്ങൾ സംഗമിക്കുക, അവരെ പരസ്പരം അറിയുക, പരസ്പരം മനസ്സിലാക്കുക. ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, കുടുംബം എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ കൽ ബുനിയാൻ, ഒരു തരത്തിലുള്ള സ്വഭാവം, ഒരു എടുപ്പ് പോലെയാണ്. എടുപ്പ് എങ്ങനെ? എടുപ്പിന്റെ ഓരോ കട്ടകളും അതുപോലെ ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ ആ ബിൽഡിംഗ് ആവുക. നേരെ മറിച്ച് അതിൽ ഒരു കല്ല് തെറിച്ച് നിന്നാൽ കൈതകത്ത് കുടുംബം എന്ന് പറയുന്ന നിങ്ങൾ ഒരു ബിൽഡിംഗ് പോലെയായിട്ട് ഓരോ അംഗങ്ങളും മെമ്പർമാരും പരസ്പരം പൂരകമായി എങ്ങനെയായ കൈതകത്ത് കുടുംബം എന്ന് പറയുന്ന ആ ബിൽഡിംഗ് അത് ഒരു നല്ല ഉറപ്പുള്ള ബിൽഡിംഗ്. നേരെ മറിച്ച് അതിൽ നിന്ന് ഒരാൾ തെറ്റി നിന്നാലോ, കല്ലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കല്ല് ഇങ്ങനെ വെച്ചാൽ ആ ബിൽഡിംഗ് പൊളിഞ്ഞു പോകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപമ അതെയാ, കൽ ബുനിയാൻ, ഒരു എടുപ്പ് പോലെയാണ്. അപ്പൊ എടുപ്പ് പോലെ പരസ്പരം പൂരകങ്ങളായി പരസ്പരം സഹായിച്ച് പരസ്പരം സഹകരിച്ച് മുസ്ലിമീങ്ങളാണ് ഇസ്ലാമീങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഒറ്റ മനസ്സോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തരും. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സമൂഹം ഇനിയും വളരെ മുന്നോട്ട് വരേണ്ടതുണ്ട്. കുറച്ചു കാലങ്ങൾക്കിപ്പുറം ഇതുവരെ ഒരു പ്രത്യേകമായിട്ട് വരുന്നുണ്ട് കുടുംബ സംഘങ്ങളൊക്കെ. എല്ലാവരും കൂടുന്നത് ഞങ്ങൾ സാധാത്യങ്ങളും കൂടി തങ്ങന്മാർ മാത്രം കൂടുക, അങ്ങനെയൊക്കെ ഒരു കുടുംബ സംഗമങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കും. ഇത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലായിരുന്നില്ല. പരസ്പരം നമ്മൾ ഇന്നൊക്കെ ഏതെങ്കിലും ഒന്ന് മരിച്ചാൽ, നമ്മുടെ അയൽവാസി മരിച്ചാൽ പോലും നമ്മളറിയാം, ഗൾഫിൽ നിന്ന് ആളിങ്ങോട്ട് വിളിക്കുക, നമ്മളയാൾ മരിച്ചേക്കണം. അപ്പോഴാണ് നമ്മൾ നേരെ അടുത്തുള്ള ആളാണ്. തൻ്റെ അയൽവാസിയുടെയോ അതല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുടെയോ പല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ ഇന്ന് അറിയുന്നില്ല. പരസ്പരം നമുക്ക് ബന്ധമില്ല. 24 മണിക്കൂറും നമുക്ക് തികയാത്ത ഒരവസ്ഥയാണിത്. ജോലി എന്താ ചോദിച്ചാൽ ഒന്നുമില്ല, പക്ഷെ സമയമില്ല ഒന്നിനും. ഈ ഒരു അവസ്ഥയിലേക്കാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ അങ്ങോട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുക, അമ്മമാരെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അത് മാത്രമല്ല സലാം പറഞ്ഞയക്കുക, ഇതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അന്നൊക്കെ. ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഒരുപാട് അമ്മായിൻ്റെ പെരിക്ക് പോകുമ്പോൾ പെരിന്ന് അവർ പറയും സലാം പറഞ്ഞാണ്ടിട്ടാണ്, സലാം പറഞ്ഞാണ്ടി. അതായത് അവിടെ നിന്ന് കെട്ടിയല്ലോ അമ്മാൻ്റെ പെരി പോകും, അവിടുന്ന് പറയും സലാം പറഞ്ഞാണ്ടിട്ട്. ഇതുപോലുള്ളൊരു ബന്ധങ്ങൾ ഇന്ന് നമ്മൾ പരസ്പരമില്ല. നമുക്ക് നമ്മുടേതായ ലോകം അണുകുടുംബങ്ങളായി ഇരുത്തപ്പെട്ടിരിക്കുക ഇന്ന് സമൂഹം. ഇത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിന്റെ അപചയത്തിന് കാരണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഏകോദര സഹോദരന്മാരെ പോലെ ഒരേ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ, ഒരേ ഖിബിലയിൽ നമസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ മരിച്ചു പോകുന്നവർക്ക് ആ ഖബറിലാക്കി ഒരേ പള്ളിയിലേക്ക്. ഇങ്ങനത്തെ നമ്മൾ പരസ്പരം പോരടിച്ചോ, പരസ്പരം സ്നേഹക്കുറവ് കാണിച്ചോ, അനാദരവ് കാണിച്ചോ ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ ചേർന്ന്
പരസ്പരം കുടുംബങ്ങളെ അറിയുവാനും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതല്ലേ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അതിൻ്റെ അർത്ഥം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുക. ഇപ്പൊ കണ്ടില്ലേ ഇമ്പം എന്ന് പറഞ്ഞാൽ സ്നേഹം. പല നാട്ടുകാർ, കുളപ്പുറത്തുകാര്, മുറ്റിറക്കക്കാര്, കൂമണ്ണുകാര്, പല നാട്ടുകാരും എനിക്ക് പരിചയമുള്ള പല ആളുകളും പല പ്രദേശങ്ങളിലുള്ളവർ, അവരൊക്കെ കൂടുമ്പോൾ പരസ്പരം തനിക്ക് ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഇതാ ഇതിൽ തനിക്ക് ഞാൻ മാത്രമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഒരാൾക്ക് തോന്നി എനിക്ക് ആരും വേണ്ട, ഞാൻ മാത്രം മതി, കുടുംബവും വേണ്ട, കൂട്ടക്കാരും വേണ്ട, നാട്ടുകാരും വേണ്ട, ആരും വേണ്ട എന്നൊരു മനുഷ്യന് തോന്നിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നൽ ഇൻസാന ലയതുഗാ അൻ റആ ഇസ്തഗ്നാ. മനുഷ്യൻ ദുർമാർഗിയ, വൻ ദുർമാർഗിയാണ് അങ്ങനത്തെ ചിന്തയാണ്. ഇൻ റആ ഇസ്തഗ്നാ, തനിക്ക് താൻ തന്നെ മതി എന്നൊരാൾക്ക് തോന്നിയാൽ അവൻ ദുർമാർഗിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെയുള്ള ചിലർക്ക് എനിക്കാരും വേണ്ട, ഇപ്പൊ ഇതൊക്കെ കഴിയും, കുടുംബമൊന്നും വേണ്ട, അതല്ലെങ്കിൽ സമൂഹം വേണ്ട, സമുദായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന ഇവൻ ഇന്നൽ ഇൻസാന ലയതുഗാ, ആ മനുഷ്യൻ ദുർമാർഗിയാണ്. പരിശുദ്ധ ഖുർആൻ ദുർമാർഗിയാ മനുഷ്യൻ അൻ റആ ഇസ്തഗ്നാ, അവനെ കാണും താൻ ഐശ്വര്യവാനാണ്, തനിക്ക് ആരും വേണ്ട, സമൂഹം വേണ്ട, കുടുംബങ്ങൾ വേണ്ട, കുടുംബ സംഗമം വേണ്ട, നാട്ടുകാർ വേണ്ട, വീട്ടുകാർ വേണ്ട. ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം ചുരുങ്ങിപ്പോയാൽ, മനുഷ്യൻ ചുരുങ്ങിയാൽ അവൻ ദുർമാർഗിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾ തുടർന്ന് ഇനിയും വരണം. പല കൂട്ടായ്മകളും ഉദ്ഘാടനം ചെയ്യാൻ പോയാലും ഒരിക്കലുണ്ടായി, പിന്നെ ഉണ്ടായില്ല, പിന്നെ 5-6 കൊല്ലായി, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അത് പോരരുത്. കൈതകത്ത് കുടുംബ സംഗമം അങ്ങനെ ആവാൻ പാടില്ല. ശാശ്വതമായി ഇവിടെ നിലനിൽക്കണം. ഇതൊരു കമ്മിറ്റി ഉണ്ടാക്കി, കാരണവന്മാരുണ്ടായി, അവരുടെ കീഴിൽ കുടുംബത്തിൽ അവശത അനുഭവിക്കുന്നവർ, മറ്റുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, വീടില്ലാത്തവർ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അധ്യക്ഷ പ്രസംഗത്തിൽ ഗോഴമോൻ സാഹിബ് പറഞ്ഞു, വീടുകൾക്ക് അറ്റകുറ്റിപ്പിന് വളരെ സന്തോഷമാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കൂട്ടായ്മയുണ്ട്, ഈ കൂട്ടായ്മയിൽ വെച്ച് നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനുമുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചരിത്ര മഹാസംഗമം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന വന്യരായ സയ്യിദ് ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങളവർക്ക് കൈതകത്ത് കുടുംബത്തിൻ്റെ എല്ലാവിധ സ്നേഹ സന്തോഷങ്ങളും അർപ്പിക്കുന്നു. ഒപ്പം കൈതകത്ത് കുടുംബത്തിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ മൊയ്തീൻ സാഹിബിനെയും ഉസ്താദ് സയ്യിദ് ജബ്ബാർ അലി ശിഹാബ് തങ്ങളെയും സർവാദരങ്ങളോടെയും ക്ഷണിക്കുന്നു. കൈതകത്ത് കുടുംബ സംഗമത്തിൻ്റെ സ്നേഹോപഹാര സമർപ്പണമാണ്. നൽകുന്നതിന് വേണ്ടി ഡോക്ടർ മൊയ്തീൻ, ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വന്യരായ സയ്യിദ് ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് തങ്ങളവരെ ആദരവോടെ ക്ഷണിക്കുന്നു.